സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുന്നതും ഒരു 10-15 മിനിറ്റ് കഴിയുന്നതും കൂടുതലായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് മാത്രമല്ല മെയിനായിട്ടുള്ള കാര്യം കറണ്ട് രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. കറണ്ട് പോയി തിരികെ വരും എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ റൈറ്റ്. സ്വെറ്റ് ആകുന്നുണ്ട്. സ്വെറ്റ് ആകുന്നത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ സൺസ്ക്രീനും യൂസ് കഴിഞ്ഞാൽ സ്വെറ്റ് ആകും. അങ്ങനെ സ്വെറ്റ് ആകാത്ത സൺസ്ക്രീൻ കൂടുതലായിട്ട് ഡൾ ആകുന്നുണ്ട്. നിങ്ങൾ സൺസ്ക്രീൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ്. പോയി പേടിക്കേണ്ട, സൺസ്ക്രീൻ തറയിൽ പോയതാണ്. ഞാൻ കഴിഞ്ഞ എൻ്റെ മോയ്സ്ചറൈസർ കാണിച്ച കോമ്പിനേഷൻ സ്കിൻ ടൈപ്പിന് പറ്റിയ മോയ്സ്ചറൈസർ കാണിച്ച വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാടധികം തിരഞ്ഞിട്ടാണ് സൺസ്ക്രീനും അതുപോലെ മോയ്സ്ചറൈസറും കോമ്പിനേഷൻ സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ളത് ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തിട്ടാണ് ഓർഡർ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് മോയ്സ്ചറൈസർ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ സിമ്പിളിൻ്റെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഇതാ സൺസ്ക്രീൻ വന്നിട്ടുണ്ട്. സൺസ്ക്രീൻ വന്നിട്ട് 2 ദിവസമായി. ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് അൺബോക്സ് ചെയ്യാമെന്നാണ് കരുതിയത്. പക്ഷേ ഗൈസ് അൺഫോർച്ചുനേറ്റ്ലി ഒരു മാരേജ് ഫംഗ്ഷൻ വന്നു. അപ്പോൾ എനിക്ക് ഓപ്പൺ ചെയ്യേണ്ടി വന്നു. 2 ദിവസം ഞാനിത് യൂസ് ചെയ്തായിരുന്നു. നല്ല അടിപൊളി, ഒരിക്കലും പ്രൊമോഷനോ അങ്ങനെ ഒന്നുമല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒത്തിരി അധികം നോക്കിയിട്ടാണ് എൻ്റേതൊരു കോമ്പിനേഷൻ ഓയിലി കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ് എൻ്റേത്. ഓയിലി കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ്. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് ആ ഒരു സ്കിൻ ടൈപ്പ് ഇപ്പോൾ ഉള്ളവർക്കാണ് ഈ ഒരു സൺസ്ക്രീൻ ബെസ്റ്റ് ആയിട്ടുള്ളത്. ഇത് ഓൾ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ പോലും ഏറ്റവും എനിക്ക് തോന്നുന്നു സ്യൂട്ട് ആകുന്നത് ഓയിലി കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും പറയുന്നു, ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുക. ഞാൻ അധികം ഈ സൺസ്ക്രീൻ പോലും യൂസ് ചെയ്യാൻ മടിയുള്ളതാണ്. ഞാൻ അധികം കറക്റ്റ് യൂസ് ചെയ്യാത്ത പോലെ. അതുകൊണ്ട് ഞാൻ ഒരു 30 ഗ്രാമിൻ്റെയാണ് മേടിച്ചിട്ടുള്ളത്. 30 ഗ്രാമിൻ്റെത് 200 ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ഞാൻ 2 ദിവസത്തിന് മുന്നേ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് റേറ്റ് തന്നെയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ എനിക്ക് നോക്കിയ സമയത്ത് എന്തോ ചേഞ്ച് ആയതുപോലെ തോന്നി. എന്തായാലും അതിന് മുകളിലോട്ട് എന്തായാലും പോകത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് 30 ഗ്രാമിൻ്റെയാണ്. കാര്യം ഞാൻ യൂസ് ചെയ്യുമോ ഇല്ലയോ, അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ സ്കിന്നിന് സ്യൂട്ട് ആകുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം വീണ്ടും നമുക്ക് ഓർഡർ ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാനൊരു 30 ഗ്രാമിൻ്റെ ഈ ഒരു കുഞ്ഞ് സൺസ്ക്രീനാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതായത് ന്യൂജൻ UV ഫിൽറ്റേഴ്സ് ആഡ് ആയിട്ടുള്ള ഫോക്സ്ടെയിലിൻ്റെ സൺസ്ക്രീനാണ്. അതാണ് ഏറ്റവും ബെറ്റർ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ സ്കിൻ ടോണിൽ നമുക്ക് SPF നമ്മൾ 30 ആണോ 50 ആണോ 55 ആണോ അങ്ങനെ അതിനേക്കാളും ബെറ്ററായിട്ട് നമ്മൾ നോക്കേണ്ടത് നമുക്കൊരു 30-50 ഇതിനുള്ളിൽ മതി. SPF മതി, ആ ഒരു റേഞ്ച് മതി. നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് PA++, എത്ര പ്ലസ് വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാര്യമായിട്ട് നോക്കേണ്ട കാര്യം. മനസ്സിലായോ? അങ്ങനെ പ്ലസ് കൂടുന്നതിനനുസരിച്ച് അത്രയും നമുക്ക് പ്രൊട്ടക്ഷൻ തരും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്ലസ് ആണ് നോക്കേണ്ടത്, നല്ലതാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. നല്ലതാണോ നല്ല, അതാണ് നമുക്ക് ഏറ്റവും നല്ലത്, പ്ലസ് കൂടുതലുള്ളത്. അല്ലാതെ നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിൽ നമുക്ക് 30-50 മതി. അത് നമുക്ക് SPF എത്ര ഉണ്ടെന്ന് അതിൽ നമുക്ക് കൂടുതൽ റേഞ്ച് ഏറ്റവും കൂടുതൽ നോക്കി അങ്ങനെ പോവേണ്ട ആവശ്യമില്ല, പ്ലസ് ആണ് നോക്കേണ്ടത്. അപ്പോൾ ഇത് വന്നിട്ട് ഇതിൻ്റെ പുറത്തുകൂടെ അവർ ഇത് SPF 50 PA++++ ആണ്. ഓക്കെ, അപ്പോൾ റേറ്റ് ഞാൻ പറഞ്ഞായിരുന്നു. ഇത് ഓയിലി സ്കിൻ എന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് നമുക്ക് ഓൾ സ്കിൻ ടൈപ്പ് എന്നാണ് കൊടുത്തേക്കുന്നത്. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോമ്പിനേഷൻ ടു ഓയിലി സ്കിൻ ടൈപ്പിനാണ് സ്യൂട്ട് ആയിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്കിൻ ഓയിലി ആണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്തു നിന്നും ഈ 2 ഭാഗത്തു നിന്നും ചെറിയ രീതിയിൽ ഓയിൽ പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ കരുതിയത് ഓയിലി സ്കിന്നാണെന്ന്. പക്ഷേ അങ്ങനെയല്ല. ഓയിലി സ്കിൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളൊരു ഓയിലി ഇതായിരിക്കും. അതാണ് ഓയിലി സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ഈ 2 ഭാഗത്തും ഇനി ഒരു മൂക്കിൻ്റെ ഭാഗത്ത് മാത്രം ഓയിൽ വന്നിട്ട് ബാക്കി ഡ്രൈ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ അതൊരു കോമ്പിനേഷൻ സ്കിന്നാണ്. എന്തായാലും ഓയിലി കോമ്പിനേഷൻ 2 സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും ഇത് സ്യൂട്ടാണ്. ഞാൻ അത്രയും റിവ്യൂസ് കണ്ട് ഒരുപാട് നാൾ റിവ്യൂസും കാര്യങ്ങളും ഒക്കെ നോക്കി തിരഞ്ഞ് കണ്ടുപിടിച്ചതാണിത്. ഈ ഒരു സൺസ്ക്രീൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷേ എനിക്ക് സ്യൂട്ടാകുമോ വെറുതെ വാങ്ങിയിട്ട് എനിക്ക് കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സൺസ്ക്രീൻ കൂടുതലായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ, അതായത് നമ്മുടേത് ഓയിലി ഇത്തിരി ഉള്ള സ്കിന്നാണ്. അപ്പോൾ സൺസ്ക്രീൻ ഇടുമ്പോൾ കൂടുതലും നിങ്ങൾക്ക് എത്ര പേർക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കൂടുതലായിട്ട് ഓയിൽ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ തോന്നും. നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുന്നതും ഒരു 10-15 മിനിറ്റ് കഴിയുന്നതും കൂടുതലായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് മാത്രമല്ല, മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡള്ളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എന്നോട് ഒരുപാട് പേര് ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുള്ള സൺസ്ക്രീൻ
ഭയങ്കരമായിട്ട് ചൂട് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ സൗണ്ട് കുറയുന്നതുകൊണ്ടാണ്. അപ്പോൾ മുന്നേ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, എന്ത് പറ്റി സ്കിന്ന് ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുന്നത്, ആ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാകുന്ന പ്രോഡക്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഏതെങ്കിലും സൺസ്ക്രീൻ ആയിക്കഴിഞ്ഞാലും മോയ്സ്ചറൈസർ ആയിക്കഴിഞ്ഞാലും നിങ്ങൾ യൂസ് ചെയ്തിട്ട് അത് കഴിഞ്ഞൊരു 10-15 മിനിറ്റോളം വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങളുടെ സ്കിന്ന് സ്വെറ്റ് ആകുന്നുണ്ട്. സ്വെറ്റ് ആകുന്നത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ സൺസ്ക്രീനും യൂസ് കഴിഞ്ഞാൽ സ്വെറ്റ് ആകും. അങ്ങനെ സ്വെറ്റ് ആകാത്ത സൺസ്ക്രീൻ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ പലരോടും അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. കൂടുതലായിട്ട് സ്വെറ്റ് ആകുമെന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വെറ്റ് ആകുന്നത് എല്ലാ സൺസ്ക്രീനും അങ്ങനെ തന്നെയാണ്. പക്ഷേ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നു, അതായത് കംപ്ലീറ്റ് ആയിട്ടൊരു ഓയിലി ആയിട്ടുള്ളൊരു ഫേസ് ആയിട്ടാണോ ഇരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് കൂടുതലായിട്ട് ഡള്ളാകുന്നുണ്ട്. നിങ്ങൾ സൺസ്ക്രീൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് സ്കിന്ന് ഒരു കളർ ചേഞ്ചായി, കുറച്ച് ഡാർക്കായി, കുറച്ച് ഡള്ളായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള പ്രോഡക്റ്റ് അല്ല നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സ്കിന്നിന് പറ്റിയിട്ടുള്ള പ്രോഡക്റ്റ് അല്ല നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്രശ്നം വരത്തുള്ളൂ. ഓക്കെ, നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും കേട്ടും വായിച്ചും കണ്ടും ഒക്കെയാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് അത് മനസ്സിലാക്കി എടുക്കുന്നതും പഠിക്കുന്നതും. ഓക്കെ, എല്ലാവരോടും ഇങ്ങനെ വന്ന് ഇരുന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ വീണ്ടും പറയാം, ഞാനൊരു ഡോക്ടറോ അല്ലെങ്കിൽ കോസ്മെറ്റോളജിസ്റ്റോ അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ളതോ ഒന്നുമല്ല. എൻ്റെ കുഞ്ഞ് അറിവിൽ നിന്നും ഞാൻ എൻ്റെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കിയെന്നും എനിക്ക് സൂട്ടാകുന്ന കാര്യം മനസ്സിലാക്കിയെന്നുമാണ് ഞാൻ പറയുന്നത്. ഈ ഒരു സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് മാത്രമേ ഇത് മാച്ച് ആകത്തുള്ളൂ. അപ്പോൾ അത്രയും നോക്കിയിട്ടുണ്ട് ഞാൻ ഇനി ഉപയോഗിക്കുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത്. അതും ഒരു ചെറിയൊരു ഇത് ക്രീമി ടെക്സ്ചറാണ്. നമുക്കല്ലാതെ റിവ്യൂസ് എടുത്ത് നോക്കുമ്പോൾ കൂടുതലായിട്ടും ജെൽ ക്രീമി ആണ് കൊടുത്തേക്കുന്നത്. എന്നാലും എനിക്ക് ഫീൽ ചെയ്തത് ഇത് കുറച്ചൊരു ക്രീമിയാണ്. ഞാൻ 2 ദിവസം യൂസ് ചെയ്തതിൽ നിന്നും പറയാം, അടിപൊളി സൺസ്ക്രീൻ, അടിപൊളി. ഞാൻ കുറേ പേരുടെ റിവ്യൂസൊക്കെ കണ്ട സമയത്ത് ഇതൊരു നല്ല സൺസ്ക്രീൻ ആണ് എന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് അതിൽ നെഗറ്റീവായിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഇത്രയ്ക്കും ഹൈപ്പ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അതിന് വേണ്ടി ഒന്നുമില്ലാന്ന്. നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഒരാളുടെയും സ്കിന്ന് വെച്ച് കമ്പയർ ചെയ്യരുത്. അവർക്കത് വർക്കാവുന്നുണ്ടായിരിക്കും, ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളവർക്ക് അവർക്കത് നന്നായിട്ട് വർക്കായിട്ടുണ്ടായിരിക്കും. ഓക്കെ, അവരുടെ സ്കിന്നിന് അത് അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാവും ചിലപ്പോൾ അവരതങ്ങനെ പറയുന്നത്. ഈ യൂസ് ചെയ്ത കമൻറ്റ് ഇട്ടേക്കുന്ന ആളിന് ചിലപ്പോൾ അവരുടെ സ്കിന്നിന് അത് വർക്കാവുന്നുണ്ടായിരിക്കില്ല, അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് ഞാനിപ്പോൾ അത് പറയാൻ കാര്യം, ഇത് ഓവറായിട്ട് ഹൈപ്പ് കൊടുക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. എനിക്കിത് ബെറ്ററായിട്ട് തോന്നി, വളരെ ബെറ്ററായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ഓയിൽ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ആവുന്നതായിട്ടോ അതുപോലെ സ്കിന്ന് ഡള്ളാവുന്നതോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. സ്കിന്ന് ഡള്ളാവുകയോ കുറച്ചുകൂടെ ഒന്ന് കളർ ചേഞ്ചായി ഒന്ന് ഡാർക്ക് ആകുന്ന പോലെയോ എന്തായാലും സെറ്റ് ആകുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും ഫേസ് ഡള്ളായിട്ടില്ല, ഓയിൽ കൂടുതലായിട്ട് വന്നിട്ടില്ല. ഞാൻ വീട്ടിൽ തിരികെ ഫംഗ്ഷൻ കഴിഞ്ഞ് വരുന്നത് വരെയും, വെറുതെ പറയുന്നതല്ല, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നതൊക്കെ, കഴിഞ്ഞ് വരുന്നത് വരെയും അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അത്രയ്ക്കും ക്രീമി ടെക്സ്ചറും കൂടെ ആയതുകൊണ്ട് അത്രയ്ക്കും നന്നായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഓവർ സെറ്റിങ്ങും ഓവറായിട്ട് ഓയിൽ പ്രൊഡക്ഷനും അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. സ്കിന്ന് ഡള്ളായിട്ടില്ല, നന്നായിട്ട് തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊന്ന് ഇട്ട് കാണിക്കും. ഞാനിപ്പോൾ നന്നായിട്ട് വേർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ടാണ് ഞാൻ ഇത് വന്നിരുന്നത്. നമ്മൾ കയ്യിൽ നിന്ന് പോകുന്നുണ്ടല്ലോ സൺസ്ക്രീൻ, ചാടി പോകണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോഴും മോയ്സ്ചറൈസറാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എനിക്ക് മേക്കപ്പിൻ്റെ ആധികാരികതയൊന്നും എനിക്ക് ഒരുപാട് അറിയില്ല, ഞാൻ ഒരുപാട് മേക്കപ്പ് യൂസ് ചെയ്യാത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റെപ്പ് പോലും എനിക്ക് കറക്റ്റ് അങ്ങനെ ഓർഡർ അനുസരിച്ചൊന്നും എനിക്കറിയാൻ പാടില്ല. ഇപ്പോൾ ഓരോരുത്തരുടെ വീഡിയോ കണ്ടാണ് അറിയുന്നത്. ഫസ്റ്റ് എന്തായാലും മോയ്സ്ചറൈസറാണ്, സെക്കൻഡ് സൺസ്ക്രീനാണ് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ മോയ്സ്ചറൈസർ ഞാൻ ഇട്ടിട്ടില്ല. സൺസ്ക്രീൻ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ടെക്സ്ചർ എന്താണെന്ന്. കണ്ടോ, ഇതാണ് ടെക്സ്ചർ, ക്രീമി ആണ്. അപ്പോൾ ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ക്യാമറയിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം ഞാനതുകൊണ്ട് സ്ക്രീനിൽ നോക്കുവാണേ. ഒരുപാട് നമ്മളിങ്ങനെ വാരി പൊത്തൊന്നും വേണ്ട, ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഒരു ഇച്ചിരി കൂടെ നമുക്ക് എടുക്കാം. ഓക്കെ, ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇതിന് ഒരു ഗ്ലോ കിട്ടുന്നുണ്ടാവും. അതാ കണ്ടോ, പിന്നെ അപ്ലൈ ചെയ്തപ്പോൾ കണ്ടോ, ഓവർ സെറ്റൊന്നും ആവത്തില്ല, നല്ലൊരു ഗ്ലോ കിട്ടും. ഓ മൈ ഗോഡ്, കറണ്ട് പോയി ഗൈസ്. ഞാൻ അപ്ലൈ ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചതും കറണ്ടിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. കറണ്ട് പോയി, തിരികെ വരും എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, വെയിറ്റ്.
ഗൈസ് പവർ കട്ടാണെന്നാണ് തോന്നുന്നത്. ഇനി എപ്പോൾ ലൈറ്റ് വരുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാനൊരു എമർജൻസി ലൈറ്റിൻ്റെ ഫ്രണ്ടിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നല്ല കറക്റ്റ് പെർഫെക്റ്റ് ടൈമിലാണ് കറണ്ട് പോയത്. ഞാൻ ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് കറണ്ട് പോയത്. ഇനി നിങ്ങൾക്കിത് എന്തെങ്കിലും കുറ്റമായിട്ട് തോന്നുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല ഫേസ് കണ്ടിട്ട്. കാരണം ലൈറ്റ് കുറവിലിരുന്നാണ് ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ മോൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഇനി ബാക്കി ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഞാൻ ഈ പറഞ്ഞ സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ആ ഒരു സൺസ്ക്രീനിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരിയധികം ഹെൽപ്പ് ചെയ്യും എന്ന് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ലേഡീസിനും ജെൻസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സ്കിൻ ടൈപ്പ് ആണെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. ഞാൻ മേടിച്ചതുപോലെ 30 ഗ്രാം മേടിച്ചിട്ട് നിങ്ങൾക്കത് ഓക്കെ ആണ്, വർക്ക് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് വീണ്ടും ഓർഡർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ബെസ്റ്റ് സൺസ്ക്രീനാണ് ഇപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട്. ഓക്കെ, ഇനി മാറി മാറി വരുമായിരിക്കുമല്ലോ. അപ്പോൾ ഇപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ഓയിലി സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള സൺസ്ക്രീനാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ വാങ്ങി യൂസ് ചെയ്ത് നോക്കുക, വേണമെങ്കിൽ മാത്രം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ മാത്രം കണ്ടാൽ പോരാ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ കാണുന്നവർക്ക് ടാറ്റ ബൈ.